ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മേക്ക് സ്റ്റുഡിയോ. ക്രിക്കറ്റ് പ്രേമികളെല്ലാവരും ആവേശത്തോടെ കാത്തിരിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിക്ക് തുടക്കമാകാൻ പോവുകയാണ്. ഫെബ്രുവരി 19 മുതലാണ് തവണ ചാമ്പ്യൻസ് ട്രോഫി നടക്കാൻ പോകുന്നത്. ന്യൂട്രൽ വെന്യൂട്ടുള്ള ദുബായിൽ വെച്ചായിരിക്കും ഇന്ത്യയുടെ മത്സരങ്ങൾ നടക്കാൻ പോകുക. അതൊഴിച്ചാൽ ബാക്കി ടീമുകളുടെ മത്സരങ്ങളെല്ലാം പാകിസ്ഥാൻ വെച്ചായിരിക്കും നടക്കാൻ പോകുന്നത്. അതൊക്കെ നമ്മൾ നേരത്തെ അറിഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ചാമ്പ്യൻസ് ട്രോഫിക്ക് തുടക്കമാകാൻ കൃത്യം 5 ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള തവണത്തെ പ്രൈസ് മണി ഒഫീഷ്യലായി ICC പുറത്തുവിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ അതായത് 2017 നടന്ന അവസാന ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്നും കൃത്യമായി പറയുകയാണെങ്കിൽ 53% അധിക വർധനയോട് കൂടിയാണ് തവണ ചാമ്പ്യൻസ് ട്രോഫിയിൽ ടീമുകൾക്ക് പ്രൈസ് മണി ലഭ്യമാക്കാൻ പോകുന്നത്. ഡീറ്റെയിൽസിലേക്ക് വരുവാണെങ്കിൽ ചാമ്പ്യന്മാർക്ക് ഇത്തവണ ചാമ്പ്യൻസ് ട്രോഫി നേടുന്ന വമ്പന്മാർക്ക് ലഭിക്കാൻ പോകുന്നത് $2.24 മില്യൺ ആയിരിക്കും. കൃത്യമായി അതേ ഇന്ത്യൻ റുപ്പിയിൽ പറയുകയാണെങ്കിൽ 19.45 കോടി രൂപ. റണ്ണേഴ്സ് അപ്പിൽ ലഭിക്കാൻ പോകുന്നത് 9.72 കോടി രൂപയും സെമി ഫൈനലിസ്റ്റുകൾക്ക് ലഭിക്കാൻ പോകുന്നത് 4.86 കോടി രൂപയും. ഗ്രൂപ്പ് സ്റ്റേജിലെ ഓരോ വിജയത്തിനും ടീമുകൾക്ക് ലഭിക്കാൻ പോകുന്നത് 29.5 ലക്ഷം രൂപയുമായിരിക്കും. അതോടൊപ്പം തന്നെ 5ാം സ്ഥാനത്തും 6ാം സ്ഥാനത്തും ഫിനിഷ് ചെയ്യുന്ന ടീമുകൾക്ക് 3.4 കോടി രൂപയും 7ാമതും 8ാമതും ഫിനിഷ് ചെയ്യുന്ന ടീമുകൾക്ക് 1.21 കോടി രൂപയും സമ്മാനത്തുകയായി ലഭിക്കും. ഇതിന് പുറമെ ഓരോ ടീമുകൾക്കും ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്ന് പാർട്ടിസിപ്പേഷൻ പ്രൈസും ലഭിക്കുന്നതായിരിക്കും. 1.8 കോടി രൂപയായിരിക്കും 8 ടീമുകൾക്കും പാർട്ടിസിപ്പേഷൻ പ്രൈസായിട്ട് ലഭിക്കാൻ പോകുന്നത്. 2017 നടന്ന അവസാന ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്നും കൃത്യമായി പറഞ്ഞ 53% ഒരു ഇൻക്രീസ് ഇത്തവണ ചാമ്പ്യൻസ് ട്രോഫിയിൽ പ്രൈസ് മണിയിൽ ലഭ്യമാക്കുന്നുണ്ട്. ഏതാണ്ട് 6 കോടിയോളം രൂപ ഇത്തവണ അധികമായി ചാമ്പ്യൻസ് ട്രോഫിയിൽ ടീമുകൾക്ക് സമ്മാനത്തുകയിൽ ലഭ്യമാക്കുന്നുണ്ട് ICC. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.